കുറുക്കൻ്റെ ബുദ്ധിയാണ് അമേരിക്കക്ക് എന്ന് പറഞ്ഞാൽ അതിശയപ്പെടേണ്ടതില്ല. ട്രംപ് കാലത്ത് ഇതിനെ കുറുക്കൻ്റെ ബുദ്ധി എന്നും പറയാം. അമേരിക്കയിലെ ഇറാൻ എംബസിക്ക് സമീപം പ്രവർത്തിച്ചിരുന്നൊരു പ്രീമിയം ഷോപ്പ് ഉണ്ടായിരുന്നു. പേര് കോസ്കോ. വില കൂടിയ ഇനം വാച്ച്, ആഭരണങ്ങൾ, ഹാൻഡ് ബാഗ്, പുതപ്പ്, വാലറ്റ്, പെർഫ്യൂം, സിഗരറ്റ്, പാദരക്ഷകൾ തുടങ്ങിയവയും മറ്റ് അലങ്കാര വസ്തുക്കളുമൊക്കെയാണ് അവിടെ സാധാരണയായി ലഭിക്കുക. ഇറാൻ എംബസിക്ക് സമീപമായിരുന്നതിനാൽ ഐക്യരാഷ്ട്രസഭയിൽ എത്തിയിരുന്ന ഇറാൻ ഉദ്യോഗസ്ഥരും മന്ത്രിമാരും ഈ ഷോപ്പിലെത്തുകയും ഭീമമായ സംഖ്യകൾക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുകയും ചെയ്യുകയൊക്കെ പതിവായിരുന്നു. ഭീമമായ സംഖ്യ എന്നാൽ 1000 അല്ലെങ്കിൽ $5000 തുടങ്ങിയവയ്ക്കെല്ലാം പർച്ചേസ് ചെയ്യും. ഇത് ലക്ഷക്കണക്കിന് രൂപയുണ്ടാകും. കഴിഞ്ഞ ദിവസം UN അസംബ്ലിക്കായി ഇറാൻ ഉദ്യോഗസ്ഥർ അമേരിക്കയിൽ എത്തിയപ്പോൾ ഒരു മുന്നറിയിപ്പുമില്ലാതെ അമേരിക്ക ഈ ഷോപ്പുകൾ പൊടുന്നനെ തന്നെ അടച്ചുപൂട്ടുകയാണ്. മറ്റൊരു എംബസിയുടെ മുമ്പിലെയും കടകൾ അടച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതിന് കാരണമായി അമേരിക്ക പറഞ്ഞത് ഇറാനിലെ ഭരണകൂടത്തിൻ്റെ തെറ്റായ രീതികൾ കാരണം ഇറാനിലെ ജനങ്ങൾക്ക് ഈ കോസ്കോയിൽ ലഭിക്കുന്നത് പോലെയുള്ള ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്നില്ല, അത് വാങ്ങാനോ അനുഭവിക്കാനോ അവർക്ക് കഴിയുന്നില്ല എന്നാണ്. ഇറാനികൾ പട്ടിണി കിടക്കുമ്പോൾ ഇതാ ഇറാനിലെ ഉദ്യോഗസ്ഥരും മന്ത്രിമാരുമൊക്കെ അമേരിക്കയിലെത്തി ധൂർത്തടിക്കുകയും ജനങ്ങൾക്ക് ലഭ്യമാകാത്ത വസ്തുക്കൾ അമേരിക്കയിൽ നിന്നും വാങ്ങി ഇറാനിലേക്ക് അവരുടെ സ്വന്തം വീടുകളിലേക്ക് കൊണ്ടുപോവുകയും ഒക്കെയാണ് എന്നാണ് അമേരിക്കൻ ഉദ്യോഗസ്ഥർ ഇതിന് അടച്ചുപൂട്ടുന്നതിന് കാരണമായിട്ട് പറഞ്ഞത്. 1 ലക്ഷം മുതൽ 50 ലക്ഷം രൂപയ്ക്ക് വരെ ഇറാൻ ഉദ്യോഗസ്ഥർ സാധനം വാങ്ങുന്നു എന്നും അമേരിക്ക പിന്നീട് വ്യക്തമാക്കുകയാണ്. കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിലെന്ത് എന്ന് നമ്മൾ ചോദിക്കുകയാണ്. ഇനിയാണ് സംഭവത്തിലെ അമേരിക്കയുടെ കുറുക്കനെ നമ്മൾ വിലയിരുത്തേണ്ടത്. ഇത്രയും കാര്യങ്ങൾ കേൾക്കുമ്പോൾ അമേരിക്ക ഇറാനിട്ടൊരു പണി നൽകി എന്നാവും കരുതുക. ഇത് പണിയല്ല, ഒരു മുട്ടൻ പണിയാണ് അമേരിക്ക കരുതി വെച്ചത്. അല്ലെങ്കിൽ ഇറാനിലെ ജനങ്ങൾക്ക് കരകൗശല വസ്തുക്കൾ ലഭ്യമാക്കാത്തതിൽ അമേരിക്ക ഇത്ര സങ്കടപ്പെടേണ്ട ഒരു കാര്യവുമില്ല. ആ പണി ഇങ്ങനെയാണ്. ആ പണി അറിയണമെങ്കിൽ ഈ അടുത്ത് ഇറാൻ്റെ ഇന്ത്യയുടെയൊക്കെ അയൽരാജ്യമായ നേപ്പാളിൽ നടന്ന ജനകീയ അട്ടിമറിയും പ്രക്ഷോഭവും ഒക്കെ ഒന്ന് അറിയേണ്ടതുണ്ട്. അതിന് പ്രധാനമായിട്ട് പറയപ്പെട്ടത് ഉദ്യോഗസ്ഥ അഴിമതി, ധൂർത്ത്, ദുർഭരണം, നേതാക്കളുടെയും ഉദ്യോഗസ്ഥരുടെയും സാമ്പത്തിക അസ്ഥിരത, നേതാക്കളുടെ മക്കളുടെ രാജകീയ ജീവിതങ്ങൾ, ജനങ്ങൾ കഞ്ഞി കുമ്പിളിൽ കുടിക്കുമ്പോൾ നേതാക്കളും ഉദ്യോഗസ്ഥരും അവരുടെ മക്കളുമൊക്കെ ആഡംബര ജീവിതം നയിക്കുന്നത് നേപ്പാളിലെ ജനതയ്ക്ക് സഹിച്ചിരുന്നില്ല. ഒരു പരിധിവരെ പറഞ്ഞാൽ ജെൻസി എന്ന തലമുറയിൽപ്പെട്ട ആളുകൾ അവരാണ് ഈ പ്രക്ഷോഭത്തിന് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അവർക്ക് സഹിച്ചിരുന്നില്ല. അക്ഷമരായ യുവാക്കൾ തെരുവിൽ വിപ്ലവം തീർക്കുകയും കൊട്ടാരങ്ങൾ അട്ടിമറിക്കുകയും കൊട്ടാര വിപ്ലവങ്ങൾ നടക്കുകയും ഒക്കെ ചെയ്തത് നമ്മൾ കണ്ടു. ഇറാൻ ഭരണകൂടത്തെ അട്ടിമറിക്കുക എന്ന തന്ത്രം അമേരിക്ക മെനയാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഇതുവരെയും ആയത്തുള്ള അലി ഖുമൈനിയെ അട്ടിമറിക്കാൻ പോയിട്ട് അവിടെ ഒരു ഇല അനക്കാൻ അമേരിക്കക്ക് കഴിഞ്ഞിട്ടില്ല. ഉപരോധം കൊണ്ട് വലയുന്ന ഇറാൻ ജനത ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുന്നവരാണ്. അവർക്കിടയിലേക്ക് ഇതാ നിങ്ങളുടെ നേതാക്കൾ നിങ്ങളെ പട്ടിണിക്കിട്ട് വിദേശത്ത് വന്ന് വിലസുന്നു, നേതാക്കൾക്ക് മാത്രം മതിയോ ഇത്തരം സുഖ സൗകര്യങ്ങളും ആഡംബരങ്ങളോട് കൂടിയുള്ള ജീവിതം, നിങ്ങൾക്കിതൊന്നും വേണ്ടേ എന്നുള്ളൊരു സൂചന ഇറാനിലെ ജനങ്ങൾക്ക് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഇട്ടുകൊടുക്കുകയാണ് ഇവിടെ അമേരിക്ക സൂത്രത്തിൽ ചെയ്തു വച്ചിട്ടുള്ളത്. നമ്മൾ നേപ്പാളിലെ ജൻസിക്കും സംഭവിച്ച ഇതേ പ്രശ്നം ഇതാണ്. ആ നാട് വളരെ വലിയ സാമ്പത്തിക അസ്ഥിരതയിൽ നിൽക്കുന്നു. പലപ്പോഴും ഇന്ത്യയുടെയും ചൈനയുടെയും മറ്റ് രാജ്യങ്ങളുടെയും ഒക്കെ ആശ്രിത രാജ്യമായിട്ട് നേപ്പാൾ മാറുന്നു. ജനങ്ങൾക്ക് തൊഴിലില്ല, ജനങ്ങൾക്ക് നല്ല വസ്തുക്കൾ ഉപയോഗിക്കാൻ കഴിയുന്നില്ല, നല്ല ഗതാഗത സൗകര്യങ്ങളില്ല. ഈ പറയപ്പെട്ട പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്ന രാജ്യമാണ് ഇറാനും. ഇറാനെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളായി അവർ ഉപരോധത്തിന് നടുവിലാണ്. അവിടെ പല ഗോത്രങ്ങളും പല സംവിധാനങ്ങളും ഉണ്ടെങ്കിലും അവർ അതുമായി രാജ്യവുമായി താല്പര്യപ്പെട്ട് തൃപ്തിപ്പെട്ടു പോകുന്ന ആളുകളാണ്. എന്നാൽ ആ തൃപ്തിപ്പെട്ട് ജീവിക്കുന്ന ആളുകൾക്കിടയിലേക്ക് ഒരു അതൃപ്തി കൊണ്ടുവരണമെങ്കിൽ ഇത്തരത്തിലുള്ളൊരു കേൾവി അവരുടെ മുൻപിലേക്ക് ഇട്ടുകൊടുക്കുമ്പോഴാണ് അവർ അതിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങുക. ഒരു പക്ഷേ അമേരിക്ക ആ ഷോപ്പ് അടച്ചു എന്നതിനപ്പുറത്തേക്ക് അത് വാർത്തയായി എന്നതാണ് അമേരിക്കക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ വിജയം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കേൾക്കുമ്പോൾ ഒരു ഷോപ്പ് അടച്ചു പൂട്ടി എന്ന് തോന്നാമെങ്കിലും ഈ കുറുക്കൻ്റെ ബുദ്ധി പോകുന്നത് ഇങ്ങനെയാണ് എന്നാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. ഏതായാലും സംഭവം പാശ്ചാത്യ മാധ്യമങ്ങൾ വലിയ വാർത്തയാക്കിയിട്ടുണ്ട്. അമേരിക്ക പറയുന്നത് ഇറാനിലെ നേതാക്കൾ അമേരിക്കയിൽ നിന്നുമാണ് ഇത്തരം സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുപോകുന്നത് എന്നാണ്. ഈ വാക്കിലും ഒരു തിരി കൊളുത്തി വെച്ചിട്ടുണ്ട്. ഇറാനികൾ കടുത്ത അമേരിക്കൻ വിരുദ്ധനാണ്. അമേരിക്കൻ വിരുദ്ധത ഇറാനിൽ പറയുകയും അമേരിക്കയിലെത്തിയാൽ അമേരിക്കൻ സാധനങ്ങൾ വാങ്ങുകയും പാശ്ചാത്യ വിരുദ്ധത കടലിൽ എറിയുകയും ചെയ്യുന്നവരാണ് നിങ്ങളുടെ നേതാക്കളെന്ന് വിശ്വസിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ ഇറാൻ ഉദ്യോഗസ്ഥ ഭരണ നേതാക്കൾക്കെതിരെ
ജനങ്ങളെ തിരിക്കുക എന്ന തന്ത്രം അമേരിക്ക ഇവിടെ പയറ്റുകയായിരുന്നു. യഥാർത്ഥത്തിൽ അമേരിക്കയിൽ മാത്രം കിട്ടുന്ന കരകൗശല വസ്തുക്കൾ എന്ന ഒന്നും ഇന്ന് ലോകത്തില്ല. ഇറാൻ നേതാക്കൾക്ക് ഇത്തരം വസ്തുക്കൾ ആവശ്യമുണ്ടെങ്കിൽ ഇറാനിൽ തന്നെ അത്തരം വസ്തുക്കൾ തദ്ദേശീയമായിട്ട് അവർ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇനി ഫോറിൻ സംഗതികൾ വേണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാ അറബ് രാജ്യങ്ങളിൽ നിന്നോ ചൈനയിൽ നിന്നാണ് ഇറാൻ ഏറ്റവും കൂടുതൽ വാണിജ്യ ഇടപാടുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ചൈനയിൽ നിന്നൊക്കെ അവർക്ക് വാങ്ങാവുന്നതേ ഉള്ളൂ, അവർക്ക് ഇറക്കുമതി ചെയ്യാവുന്നതേ ഉള്ളൂ. ഇങ്ങനെയൊക്കെയാണ് വസ്തുത എന്നിരിക്കെ കാര്യങ്ങൾ വഴിതിരിച്ചു വിടുകയാണ് അമേരിക്ക ഇവിടെ ചെയ്തിട്ടുള്ളത്. മലയാളത്തിൽ ഇതിന് ഒരു ചൊല്ലുണ്ട്, ജയിക്കാൻ പറ്റിയില്ലെങ്കിൽ വേറൊരു തരത്തിൽ തോൽപ്പിക്കുക എന്ന്. അത് തന്നെയാണ് അമേരിക്ക ഇവിടെ ചെയ്തു വെച്ചിട്ടുള്ളത്.